നമസ്കാരം, ജെ ക്രിയേഷൻസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. യാത്ര ചെയ്യാൻ കാറിൽ കയറിയിരിക്കുന്ന ഉടൻ തന്നെ AC പ്രവർത്തിപ്പിക്കരുത്. കാരണം കാറിൻ്റെ ഡാഷ്ബോർഡ്, ഇരിപ്പിടങ്ങൾ, എയർ ഫ്രഷ്നർ എന്നിവിടങ്ങളിൽ നിന്നും പുറപ്പെടുന്ന ബെൻസീൻ എന്ന വിഷവാതകം മാരകമായ ക്യാൻസർ രോഗത്തിന് കാരണമാകും. ചൂടുകാലത്താണ് ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ചൂടുകാലത്ത് നിർത്തിയിട്ടിരിക്കുന്ന കാറിനുള്ളിൽ കയറിയ ഉടൻ തന്നെ AC പ്രവർത്തിപ്പിക്കുന്ന ആൾക്ക് ഉയർന്ന തോതിൽ ഈ വിഷവാതകം ശ്വസിക്കേണ്ടി വരും. ചൂടുള്ള സ്ഥലത്ത് നിർത്തിയിട്ടിരിക്കുന്ന കാറിനുള്ളിൽ ബെൻസീനിൻ്റെ അളവ് 2000 മുതൽ 4000 മില്ലിഗ്രാം വരെ ഉയരാൻ സാധ്യതയുണ്ട്. അതായത് അംഗീകരിച്ച അളവിൻ്റെ 40 മില്ലിഗ്രാം ഇരട്ടിയോളമാണിത്. അടച്ചിട്ട മുറിയിലോ കാറിലോ ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത രീതിയിൽ ബെൻസീനിൻ്റെ അംഗീകരിച്ച അളവ് 50 മില്ലിഗ്രാം പെർ സ്ക്വയർ ഫീറ്റാണ്. ബെൻസീൻ വാതകം ശ്വസിക്കുന്നത് എല്ലുകളെ വിഷമയമാക്കുകയും വെളുത്ത രക്താണുക്കളുടെ കുറവും രക്തക്കുറവുണ്ടാക്കുകയും ചെയ്യും. ബെൻസീൻ വാതകം കരളിനെയും വൃക്കയെയും വിഷമയമാക്കുന്നു. ഈ വിഷവസ്തു പുറന്തള്ളുക എന്നത് ചികിത്സ കൊണ്ടാണെങ്കിലും വളരെയധികം വിഷമം പിടിച്ചത് തന്നെയാണ്. ഈ കാരണങ്ങളെ കൊണ്ട് AC ഓൺ ചെയ്യുന്നതിന് മുമ്പ് ചില്ലുകൾ താഴ്ത്തി ശുദ്ധവായു ഉള്ളി കടത്തിയ ശേഷം മാത്രം AC പ്രവർത്തിപ്പിക്കുക. ഏറെ നേരം വെയിലത്ത് കിടന്ന വാഹനം എടുക്കുമ്പോൾ വിൻഡോ ഗ്ലാസുകളെല്ലാം താഴ്ത്തി ഫാൻ പരമാവധി വേഗത്തിൽ പ്രവർത്തിപ്പിച്ചുകൊണ്ട് ഓടിക്കുക. ചൂടുവായുവിനെ എളുപ്പത്തിൽ പുറന്തള്ളുവാൻ ഇത് സഹായിക്കും. അതിനുശേഷം ഗ്ലാസുകൾ ഉയർത്തി AC പ്രവർത്തിപ്പിക്കാവുന്നതാണ്. പൊടിയില്ലാത്ത ശുദ്ധവായു ലഭിക്കുന്ന സാഹചര്യങ്ങളിൽ മാത്രം ACയുടെ വെന്റിലേഷൻ അഥവാ പുറത്തുനിന്ന് വായു ലഭിക്കുന്ന മോഡ് ഉപയോഗിക്കുക. റിസർക്കുലേഷൻ മോഡിൽ വാഹനത്തിനുള്ളിലെ വായുവാണ് AC തണുപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. ക്യാബിൻ വേഗത്തിൽ തണുപ്പിക്കുവാൻ ഈ മോഡിന് കഴിയും. അതുപോലെ ACക്ക് തണുപ്പ് കുറവാണെങ്കിൽ ഒരു AC മെക്കാനിക്കിനെ കൊണ്ട് പരിശോധിപ്പിച്ച് തകരാർ പരിഹരിക്കുക.